ഹലോ ഗൈസ്, ഹായ് ഗൈസ് ആൻഡ് ഹൗ ആർ യു ഗൈസ്? അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഗൈസ്. അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. എനിവേ, നമ്മളിന്ന് രാവിലെ തന്നെ എനിക്കൊന്ന് മുടി വെട്ടണമെന്നുണ്ടായിരുന്നു കേട്ടോ. മുടി പറ്റ അടിച്ചാലേ പറ്റുള്ളൂ, കാരണം മുടിയിലേക്ക് ഉള്ളു കുറവാണ് കേട്ടോ. ഉള്ളു കുറഞ്ഞു വരുന്നത് എന്തെന്ന് അറിയത്തില്ല, പാരമ്പര്യമായിരിക്കും. അപ്പം എനിവേ, നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് തുടങ്ങാം. രാവിലെ തന്നെ എണീച്ചിട്ട് ഞാൻ മിസ്റ്റർ ബീസ്റ്റിന്റെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കും. എനിക്ക് എൻ്റെ പൊന്നോ, ത്രില്ലടിപ്പിച്ച് ഊപ്പാട് വരുത്തും. ഇജാതി സാധനം. അതായത് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കണ്ടന്റ് ആണ്. പൈസ ചെലവാക്കി കുറേ പൈസ ചെലവാക്കി ഇടുന്ന കണ്ടന്റ്സ് ആണ്. അതിന് തക്കതായ പ്രതിഫലവും കിട്ടുന്നുണ്ട്. അപ്പം രാവിലെ അമ്മ ഒരു ജോലി തന്നു കേട്ടോ. രാവിലെ കടയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ വോളിബോൾ കോർട്ടിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും കാണുമെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ക്ലിപ്പിൽ കാണാം. ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും അമ്മ പറഞ്ഞ ജോലി ചെയ്യാം. വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വരാം. അമ്മ പൈസ കൂടെ തന്നിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. പിന്നെ ഗൈസ്, കുറേ നാളല്ല 2 ദിവസം കൊണ്ട് ഷോർട്ട് വീഡിയോസ് ഇടാത്ത മറ്റൊന്നും കൊണ്ടല്ല, എന്തോ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടാം എന്ന് പറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ ഉടനെ വരും, കാരണം ഈ ജൂലൈ 15 വരെ ബിസി ആയിരിക്കും. ഈ ജൂലൈ 15, അതായത് നാളെ വരെ. നാളെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒരു കുഴപ്പമില്ല. നാളെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫുള്ള് ഫ്രീ ആണ്. എക്സാമൊക്കെ വരുമെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടാം. ഓക്കെ, എനിവേ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, വണ്ടി എടുത്ത് പോയി വീഡിയോ എടുക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ കേട്ടോ, കാരണം ഇതിൽ ഹോൾഡർ പോലും വച്ചിട്ടില്ല. അതും കൂടാതെ എണ്ണ കുറവാണ്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ക്ലിപ്പിൽ കാണാം. ഓക്കെ, എനിവേ ഞാൻ ഇനി അങ്ങോട്ട് പോട്ടെ. കണ്ടോ ഗൈസ്, ഒട്ടും എണ്ണയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. അങ്ങ് എത്തുമെന്തോ എനിക്കറിയത്തില്ല, എന്തായാലും നോക്കാം. പിന്നെ ഉച്ചയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി ആളില്ല എന്തോ, അതും ഇനി അവിടെ ചെന്ന് നോക്കേണ്ടിയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ഹോൾഡർ വയ്ക്കണം. ഹോൾഡർ വച്ചില്ലെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പറയുമ്പോൾ ഞാനാണ് ഈ ക്യാമറ പിടിച്ചേക്കുന്നത്. അതാലോചിച്ചോളാം, ഞാനാണ് ഈ ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഈ എണ്ണയും വെച്ച് അങ്ങ് എത്തുമെന്നുള്ള കാര്യം എനിക്കില്ല. പിന്നെയും ഞാൻ പറയുന്നത് ഡൗട്ടാണ്. അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. നോക്കാം, ഏതായാലും നോക്കാം. അതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കള്ളപ്പട്ടി. കുറുക്കിടാനായിട്ട് മാത്രം ജനിച്ച ചില പട്ടികൾ. അപ്പോൾ ഓക്കെ, മെയിൻ റോഡിൽ കയറാറായി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് ഞാൻ പയ്യെ ഈ മൊബൈൽ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക്. പിന്നെ ഉച്ചയ്ക്കാണ് ബോധോദയം വന്നത്. ഉച്ചയ്ക്ക് പോയി അവിടെ 2 പേരും ചോറ് കഴിച്ചിട്ടില്ല. പാവം, എങ്ങനെയെങ്കിലും ജോലി തീർത്ത് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞാണ് 2 പേരും വെട്ടുന്നത്. പിന്നീട് ഞാൻ ഏത് സ്റ്റൈലിൽ വെട്ടുന്നതെന്ന് വെച്ചാൽ മിലിറ്ററി കട്ടാണ്. മിലിറ്ററിയിൽ പോകത്തില്ല, ഡ്യൂ ടു സം മെഡിക്കൽ ഇഷ്യൂസ് എനിക്ക് പോകത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മിലിറ്ററി കട്ട് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ കോലം, തൊട്ടിക്കോലം. സത്യം പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ടാ പറ്റ അടിച്ചത്, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. എനിക്ക് ഒരുമാതിരി ഈ സ്റ്റൈലും കൂടെ ഇഷ്ടപ്പെട്ടില്ല. ഒരുമാതിരി ഫ്രണ്ട്സിലെ ജയറാമിന് കണക്കായിപ്പോയി. കൊള്ളത്തില്ല, മുടി വെട്ടണ്ടായിരുന്നു ഇപ്പം തോന്നുന്നു. ഓക്കെ, എനിവേ, ഇപ്പം നമ്മൾ ആരെ വിളിക്കാനാണ് പോണതെന്ന് പറഞ്ഞാൽ ചേട്ടൻ സ്വാമിക്ക് ഒന്ന് ഇപ്പം ഉണ്ട്. ചേട്ടനെ വിളിക്കാനായിട്ടാണ് പോണത്. അപ്പു സാറാണ് ഡ്രൈവിങ്. ഞാനും കിട്ടൂസും കാശിയും ബാക്കിൽ ഇരിക്കുന്നതേ ഉള്ളു. അപ്പം ചേട്ടൻ ഇപ്പം വഴിയിൽ നിന്ന് കിട്ടും. ഇന്ന് രാവിലെ നമ്മൾ ടർഫിൽ പോകാമെന്നൊരു കൊട്ടേഷൻ ഇട്ടേ. അപ്പം എല്ലാവർക്കും അവൈലബിൾ ആവാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ പോയില്ല. അല്ലെങ്കിൽ ഇന്ന് ടർഫും കൂടെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തായിരുന്നു. ടർഫിൽ പോണത് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പോയി. ഞാനും കണ്ടില്ല, എങ്ങനെ കാണാൻ പോലെ. ഏതെങ്കിലും വേണമെങ്കിൽ കാണാൻ പോവാം. ഉള്ളൊഴിക്കൊന്നും കൊള്ളത്തില്ല. കൽക്കി പിന്നെ ഇതുപോലുള്ള പടങ്ങളേ ഉള്ളു. ഗൈസ്, അപ്പൊ സ്വാമിക്ക് നമ്മളെ ചേട്ടനെ കിട്ടിയില്ല. പോലീസ് ഫ്രണ്ടിൽ നിൽക്കുന്നു ഗൈസ്. എന്ത് രീതി അത് ചിലപ്പോ ഇവിടുന്ന് ട്യൂഷന്റെ ഇതിന്റെ ചിങ്ങയിൽ വരുമെന്നാണ് പറഞ്ഞ. ചേട്ടൻ ഇതുവരെ കണ്ടില്ല, കാണുന്നതെന്ന് അറിയത്തില്ല. ചേട്ടനെ കാണുമ്പം അടുത്ത ഇതിൽ കാണിച്ചു തരാം.
ഗൈസ് ഈ കാണുന്ന ചിങ്ങേലി സ്കൂളിലാണ് അപ്പുച്ചേട്ടനും കിട്ടൂസും കാശിയൊക്കെ പഠിച്ചത് എന്റെ ചേട്ടനും. ആ ടൈമില്. അതായത് അല്ലല്ല, നിങ്ങളുടെ ആ ഒരു സുവർണ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ദാ നിക്കുന്നു ചേട്ടൻ ദായിക്കുന്നു അപ്പുറത്ത് ഫ്രണ്ടിൽ കയറി. ഗൈസ് അങ്ങനെ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ചേട്ടാ പുതിയ സിനിമയ്ക്ക് പോവാനുള്ള ഒരു ഇതുണ്ട്. ഏത് സിനിമ? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. പോവാം, കൽക്കയ്ക്ക് പോണെങ്കിൽ പോവാം. ഗൈസ് നാളെ പ്രതിഷ്ഠാവാർഷികമൊക്കെ ആയതുകൊണ്ട് നമുക്ക് രാത്രി ഒന്ന് അമ്പലത്തിൽ പോവേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആരെ കൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്ര പേരുണ്ട്. ഞാനുണ്ട്, കാശിയുണ്ട്, ചേട്ടനുണ്ട്, കിട്ടൂസിനെ പഠിച്ചില്ലേ അപ്പൊ ഇത്ര പേരാണുള്ളത്. ഗൈസ് നമ്മള് നേരെ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുന്ന വഴിയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാ ഈ വഴിയാണ് ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. ആഹാ, പരിചയമുള്ള ആളാണല്ലോ ഇറങ്ങിയിരുന്നത്. ഹലോ ഗൈസ്, അപ്പൊ അതൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് അമ്പലത്തിന്റെ വഴി കണ്ടോ? അമ്പലത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മളെ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വോളിബോളിന്റെ കോർട്ടും. വോളിബോളിന്റെ കോർട്ട് അമ്പലം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓ, ഗട്ടർ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഗിയറിൽ കയറി വരാൻ നോക്കുക എല്ലാവരും. ഓക്കെ, ബൈ. ഇനി നമുക്ക് കുറച്ച് സൈലൻസ് ആവാം, അതാ നല്ലത്. ഇവിടെ നിന്ന് ആരെങ്കിലും കയറി വരുമെന്നോ? അയ്യോ, അതെ, ഇതുപോലുള്ള വഴിയാണ് ഗൈസ്. ഇതുപോലുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ പണ്ട് ഞാനും ചേട്ടനൊക്കെ ചേട്ടൻ ഓർമ്മയുണ്ട് കേട്ടോ, നമ്മള് ഹെർക്കുലീസിൽ വരുന്നത്. അല്ല ചേട്ടൻ ഹെർക്കുലീസിൽ, ഞാൻ എന്തില് BSIയിൽ വരുന്നത്. എൻ്റെ പൊന്നോ, ചേട്ടൻ എത്ര തവണ വേണ്ടുണ്ടെന്ന് അറിയാമോ? ഗൈസ്, വോളിബോൾ കോർട്ട് ഒരു പക്ഷേ നിങ്ങൾ നേരെ കണ്ടെന്ന് വരത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ നല്ല മഴയാണ്, പിന്നെ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ വോളിബോൾ കോർട്ട് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് പണ്ട് തൊട്ടേ ഉള്ള അമ്പലമാണ്. പണ്ട് തൊട്ടേ ഉള്ള അമ്പലം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു അമ്പലമാണ്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മളെ അമ്പലത്തിന് പറയുന്നതെന്ന് പറഞ്ഞാൽ പാറയമ്പലം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഞാൻ വെട്ടമുള്ളപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ താഴോട്ട് ഫുള്ള് പാറകളാണ്. ഫുള്ള് പാറ എന്ന് പറഞ്ഞാൽ നല്ല, അതായത് മൊത്തം പാറയാണ്. ചിലപ്പം ഒരുപക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴെയൊക്കെ വീണാൽ പിന്നെ എൻ്റെ പൊന്നോ, അതായത് മൊത്തം സ്ലോപ്പ് കണക്ക് കിടക്കുന്ന പാറയാണ്. എപ്പോൾ വേണോ മഴയൊക്കെ പെയ്താൽ എപ്പോൾ വേണോ തെന്നും, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം വോളിബോളൊക്കെ കളിക്കുമ്പോൾ ബോളൊക്കെ താഴെ പോകുമ്പോൾ എടുക്കുക എന്ത് പാടാണെന്ന് അറിയാമോ? അതാണ് സൈഡിൽ നെറ്റൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഈ അമ്പലത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അച്ഛനും ഇതുപോലുള്ള ആ ഒരു, അതായത് ഈ അമ്പലം വച്ച ടൈമിലുള്ള ആൾക്കാർക്ക് ഇത് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുന്നത് രാത്രിയായിരിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് അധികം വ്യൂസ് കിട്ടിയെന്ന് വരത്തില്ല, എനിക്ക് അധികം ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ എന്തായാലും എനിക്ക് ഇന്നത് അപ്ലോഡ് ചെയ്താലേ പറ്റൂ. അപ്പോൾ എനിവേ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണ്ട, കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഈ ക്ലിപ്പ് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ.